നിർവഹിക്കുന്നത്. ഒരു കാര്യം കൂടി, നമ്മൾ ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അങ്ങേക്ക് PPDVയൊക്കെ നേരിട്ട് അറിയാമല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ CBI വരണം എന്നാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നത്. അങ്ങ് കരുതി പറഞ്ഞാൽ മതി. കാരണം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയൊക്കെ ആദ്യം CBI വരണമെന്ന് പറഞ്ഞു, പക്ഷേ നമ്മുടെ പോലീസ് അന്വേഷിച്ചാൽ മതി എന്ന നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. കാര്യം എന്തു പറഞ്ഞാലും അത് വിവാദമാവുന്നൊരു സാഹചര്യമാണ്. പക്ഷേ അങ്ങയുടെ ഒരു മനസ്സറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു എന്ന് മാത്രം. ഇതിൽ ഈ PPDVക്കൊപ്പമാണോ അങ്ങ് മനസ്സുകൊണ്ടൊരു നിലപാടെടുത്തിരിക്കുന്നത്, അതോ അതിലെന്താണ് അങ്ങ് തുറന്നു പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല? കേരള പോലീസ്, ഞാൻ എന്നോട് ആരും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യവും ചോദിച്ചില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു കാര്യവും പറഞ്ഞതുമില്ല. പക്ഷേ കേരള പോലീസ് നീതിപൂർവം പ്രവർത്തിക്കും. ഇതിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അവരാണ് ഇത് CBI ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചത്. അങ്ങനെ സമീപിച്ച നിലയിൽ കോടതി എന്താണോ പറയുന്നത് അത് പറയട്ടെ. ഇനി അതിനുശേഷം അഭിപ്രായം പറയുന്നതല്ലേ ശരി. അല്ലാതെ കോടതിയിൽ കിടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഗുണകരമായിരിക്കില്ല. ഒന്നേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നീതിയുടെയും ശരിയുടെയും പക്ഷത്തായിരിക്കും എന്നും. അതിനുവേണ്ടി നിലകൊള്ളുന്നൊരു പാർട്ടിയാണ്. ആ നിലപാട് തന്നെയാണ് പാർട്ടി ഏത് പ്രശ്നങ്ങളിലും സ്വീകരിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത, സവിശേഷത. അതെവിടെയും ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ സന്ദേശമാണ്. അതുകൊണ്ട് ഇന്ന് പലരും പരാതിപ്പെടുന്നുണ്ടെങ്കിലും അവർക്കെല്ലാം അധികം താമസിയാതെ പാർട്ടിയെക്കുറിച്ചുള്ള ആ പരാതികൾ പോലും ഇല്ലാതായിത്തീരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മുടെ LDF കൺവീനർ സ്ഥാനമൊക്കെ രാജിവെച്ചതിന് ശേഷം, ഒഴിഞ്ഞതിന് ശേഷം അങ്ങിപ്പോൾ കുറച്ചുകൂടി സ്വതന്ത്രനായോ? അങ്ങേക്കതൊരു മാനസികമായി ഒരു ചെറിയ നീറലായി, ഒരു ചെറിയ വേദനയായി, ഒരു തുമ്പിലുണ്ടോ? ഇപ്പോഴും കുറച്ചുകൂടി ഒരു തിരക്ക് അങ്ങ് ആഗ്രഹിക്കുന്നില്ലേ? ഇപ്പോഴും രാഷ്ട്രീയമായി തിരക്ക്? ഞാനിപ്പോൾ വലിയ തിരക്ക് തന്നെയാണ്. പിന്നെ എനിക്ക് കഴിയാവുന്ന ചുമതല മാത്രമേ ഞാൻ ഏറ്റെടുക്കൂ. എനിക്ക് കഴിയാവുന്ന ചുമതല ഞാൻ പറയുന്നത്, എനിക്ക് കുറേ ആരോഗ്യപരമായ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തു എനിക്ക് കൂടുതൽ ജനസേവനം നടത്താൻ കഴിയത്തക്ക നിലയിലുള്ള നിലപാട് സ്വീകരിച്ചുമാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഞാൻ ഏറ്റെടുത്ത് നടത്തലല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർക്ക് ഓരോ പാർട്ടി ഘടകവുമാണ് ആ ഓരോരുത്തരുടെയും കഴിവുകളും പ്രാപ്തിയും അനുസരിച്ച് അവർക്ക് ചുമതല നിശ്ചയിച്ചു കൊടുക്കുന്നത്. അതിനനുസരിച്ച് എനിക്ക് പാർട്ടി നിശ്ചയിച്ചു തരുന്ന ചുമതല ആ പാർട്ടിയുടെ വിശ്വാസ്യതക്കനുസരിച്ച് ഏറ്റെടുത്ത് കൃത്യമായി നിർവഹിക്കുക. അങ്ങനെ നിർവഹിക്കുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ പാർട്ടി പരിശോധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലപാട് സ്വീകരിക്കുക. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രവർത്തന രംഗത്ത് ഒരു പക്ഷേ ചിലർക്ക് തോന്നിയേക്കാം. ആ തോന്നുന്നത് അവരുടെ നിരീക്ഷണം കൊണ്ട് തോന്നുന്നതാണ്. അത് എൻ്റെ നിരീക്ഷണത്തിൽ എന്നെക്കുറിച്ച് എന്ത് അഭിപ്രായങ്ങളോ ആലോചനയിലില്ല. നിങ്ങൾ തന്നെ പറയുന്നൊരു ചർച്ചയും ഞാൻ കേട്ടു. എന്നെപ്പോലുള്ള ഒരാൾ ഒരിക്കലും ഇത്തരം ആഗ്രഹിക്കില്ല എന്നുള്ളത് എനിക്ക് കേട്ടപ്പോൾ വലിയ അഭിമാനം തോന്നി. അത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടൊരു വാക്കായി ഞാൻ കേട്ടു ഒരു ദിവസം ചർച്ചയിൽ. തീർച്ചയായും അതുതന്നെയാണ് എന്നെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ നിരീക്ഷണം തന്നെയാണ് എന്നെ അറിയുന്നവരെല്ലാം നിരീക്ഷിക്കുക. ഞാൻ എത്ര കാലമായി ഈ RSSകാർ എത്ര വട്ടം എനിക്ക് നേരെ ബോംബെറിഞ്ഞത്. RSS വാടക കൊലയാളികളിലെ സുധാകരനെടുത്തിട്ട് വെടിവെക്കാൻ അയച്ചത്. ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളെ കടന്നു വന്നതാണ്. അടിയന്തരാവസ്ഥയിൽ എന്തൊക്കെ അനുഭവിച്ചതാ. ഇതൊക്കെ കുറേ കാലമായി ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ അനുഭവത്തിൽ നിന്നൊന്നും ഞാൻ പതറിപ്പോയിട്ടില്ല, ഞാൻ പിന്നോട്ട് പോയിട്ടില്ല. ഞാൻ അതിലൂടെ കൂടുതൽ കരുത്ത് സമ്പാദിക്കുകയാണ് ചെയ്തത്. ആ കരുത്താണ് ഇന്നും എൻ്റെ പ്രചോദനം. ആ പ്രചോദനത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ എല്ലാം സഹായങ്ങളും സഹകരണങ്ങളും എൻ്റെ വിശാലമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്, ലക്ഷ്യബോധത്തോടു കൂടിയിട്ടുള്ള ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്നാണ് എൻ്റെ വിനയാന്വിതമായ അഭ്യർത്ഥന. നേരിട്ട് വന്ന് ഇഡ്ഡലി കഴിക്കാം താങ്കൾക്കൊപ്പം. ഡോക്ടർ അരുൺ, തീർച്ചയായും അരുൺകുമാർ, നമുക്ക് നേരിട്ട് കാണാം. ഞാൻ നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. പോരെ? എനിക്ക് അറിയാം. താങ്ക് യു. ഇപ്പൊ എൻ്റെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും വെക്കുന്നത് നിങ്ങളെ ചേരല. താങ്ക് യു ശ്രീ പി. ഇനി അർജുൻ നിങ്ങൾ ഇവിടുത്തെ നമ്മുടെ കണ്ണൂരിലെ ആ കല്യാണില്ലേ, നല്ല ചെറുപ്പക്കാരനാണ്. എനിക്കിപ്പോഴല്ല, അവൻ്റെ കുട്ടിക്കാലം മുതലേ അറിയാം. അർജുനും അങ്ങേ വലിയ ഇഷ്ടമാണ്. പല കാര്യങ്ങളും ഒക്കെ അങ്ങനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്നെ വിളിച്ച് അർജുൻ കല്യാട് പറയാം, അങ്ങനെയൊന്നും അല്ല കേട്ടു, അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്ന പലതും ശരിയല്ല എന്ന് എൻ്റെ അടുത്ത് വിളിച്ച് പറയാറുണ്ട് അർജുൻ കല്യാട്.
അപ്പം അതായിരിക്കും നമ്മുടെ നിലപാട്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെക്കുറിച്ച് തെറ്റായ വാർത്തകൾ കൊടുക്കാത്തത്. വളരെ നന്ദി ഡോക്ടർ. രാവിലെ തന്നെ ഇത്തരം ഒരു അത് ഞങ്ങൾ കുറേ നെഗറ്റീവ് വാർത്തകളിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപകടം, മരണം, ഭർത്താവ് ഭാര്യയെ ചുട്ടുകൊല്ലുന്നു. അപ്പോൾ ഇതിനിടയിൽ അങ്ങനെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് കരുതി. താങ്ക് യു. എന്നാലും ചെറിയ എനർജി എല്ലാവർക്കും വന്നിട്ടുണ്ടാവും ഈ പ്രഭാതത്തിൽ. താങ്ക് യു ശ്രീ EP. ഡോക്ടർ വല്ലാത്ത നമ്മുടെ ഡോക്ടർ, ഞാൻ ഒരു കാര്യം കൂടി പറയാം. വല്ലാത്തൊരു സാമൂഹ്യ അന്തരീക്ഷം, കൊലപാതകങ്ങൾ, അപകടങ്ങൾ എല്ലാം നടക്കുകയാണ്. ഇതിന് പരിഹാരമുണ്ടാക്കാനുള്ള ജാഗ്രതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും ഗവൺമെൻറ് മുൻകൈയെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും ഈ റോഡ് അപകടങ്ങളും സാമൂഹികാരോഗ്യം എത്രമാത്രം നിഷ്ഠൂരമായ കൃത്യങ്ങളാണ് നടക്കുന്നത് വേണം. തീർച്ചയായും ആ സാമൂഹ്യ അധപ്പതനത്തിൽ നിന്ന്, ഈ സാമൂഹ്യമായ ഈ ദുരവസ്ഥയിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ എല്ലാവരും ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അത് നിർവഹിക്കാൻ നേതൃത്വം കൊടുക്കാനും ഉപദേശങ്ങൾ കൊടുക്കാനും വാർത്തകൾ കൊടുക്കാനും നിങ്ങൾ കൂടി കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ശ്രീ EP. താങ്ക് യു. EP ആണ് നമുക്കൊപ്പം ചേർന്നത്. EP അത്രയേ ഉള്ളൂ. EP വളരെ സിമ്പിളാണ്. ആ അർത്ഥത്തിൽ നമ്മൾ വളരെ കോംപ്ലിക്കേറ്റ് ചെയ്ത് സങ്കീർണമാക്കി EPയെ പലപ്പോഴും പല കഥാപാത്രങ്ങളുമാക്കി ചിത്രീകരിക്കാറുണ്ട്. EP പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ആ പാർട്ടി ലൈൻ അടിവരയിട്ട് ഉറപ്പിക്കാവുന്ന പാർട്ടി ലൈനാണ് EP നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആത്മകഥ വരാൻ പോകുന്നു. EPയുടെ 1ാം ഭാഗമാണ് ഡിസംബർ മാസത്തിന് ശേഷം വരാൻ പോകുന്നത്. നമുക്ക് നോക്കി വായിക്കാം EPയുടെ ആത്മകഥയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ,